Next is quantum mechanics 8 and Bohr's correspondence principle. ആദ്യമായിട്ട് നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞതിന് ശേഷം ബോറിന്റെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിലേക്ക് പോകാം. So the importance of hydrogen atom. Reasons for the importance of hydrogen atom include the hydrogen atom is the only atomic system that can be solved exactly. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓൺലി അറ്റോമിക് സിസ്റ്റം ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് എക്സാക്ട്ലി. Much of what was learned in the 20th century about the hydrogen atom with its single electron, which can be extended to such single electron ions also as helium ion and lithium 2+ ion. അപ്പോൾ സിംഗിൾ ഇലക്ട്രോൺ ഉള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ അതേ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് സിംഗിൾ ഇലക്ട്രോൺ അയോൺസ് ഉള്ള, അതായത് ഹീലിയം പ്ലസ് ലിഥിയം 2+, അതായത് അതുപോലുള്ള അയോൺസിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാൻ നമുക്ക് കഴിയും. The hydrogen atom is an ideal system for performing precision tests of theory against experiment and also for improving our അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അറ്റോമിക് സ്ട്രക്ചർ. അപ്പോൾ അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ നമ്മുടെ മോഡലുകൾ വാലിഡേറ്റ് ചെയ്യാനുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആറ്റമാണ്. Similarly, the quantum numbers that are used to characterize the allowed states of hydrogen can also be used to investigate more complex atoms. അതായത് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ്, നമ്മൾ ഹൈഡ്രജൻ ആറ്റം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്തിനെ അനലൈസ് ചെയ്യാം, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റ് ആറ്റംസിനെയും നമുക്ക് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം. which will help us to understand the periodic table much better. അത് നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. The basic ideas about atomic structure must be well understood before we attempt to deal with the complexities of molecular structures and the electronic structure of solids. അപ്പോൾ അറ്റോമിക് സ്ട്രക്ചറിനെ പറ്റിയുള്ളൊരു ബേസിക് ഐഡിയാസ് നമുക്ക് നന്നായിട്ട് മനസ്സിലായതിനു ശേഷം നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്കുലാർ സ്ട്രക്ചേഴ്സും ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് സോളിഡ്സും എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഹൈഡ്രജൻ ആറ്റം ആണ് നമ്മൾ ബേസിക്കലായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലായാലും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്റ്റേറ്റ്സ്, എനർജി സ്റ്റേറ്റുകളായാലും അതുപോലെ എനർജിയുടെ ഈഗൻ വാല്യൂസ് ആയാലും എല്ലാം നമ്മൾ, അതുപോലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എല്ലാം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് മോഡൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റം തന്നെയാണ്. സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നെക്സ്റ്റ് ഈസ് എ റീക്യാപ്പ് ഓഫ് ബോർ പോസ്റ്റുലേറ്റ്സ്. ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സിൻ്റെ ഒരു റീക്യാപ്പാണ് അടുത്തായിട്ടുള്ളത്. So the first postulate can be written as the Coulomb force produces the centripetal acceleration. അതായത് ന്യൂക്ലിയസും പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ആ ഇൻട്രാക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു കൂളംബിക് ഫോഴ്സ്, ആ ഫോഴ്സാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെൻട്രിപെറ്റൽ ആയിട്ടുള്ള ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോണിനെ അതായത് ഓർബിറ്റുകളിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഓൺലി സർട്ടൻ ഓർബിറ്റ്സ് ആർ സ്റ്റേബിൾ ആൻഡ് ബോർ കോൾ ദീസ് സ്റ്റേബിൾ ഓർബിറ്റ്സ് ആസ് സ്റ്റേഷണറി സ്റ്റേറ്റ്സ്. അപ്പോൾ ചില പർട്ടിക്കുലർ ഇലക്ട്രോൺ ഓർബിറ്റ്സ് മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനെയാണ് ബോർ സ്റ്റേഷണറി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റേഷണറി സ്റ്റേറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ലാഡറിലെ പടികളെ പോലെ കൺസിഡർ ചെയ്യാം, അല്ലെ. എല്ലാ പടിയിലും നമുക്ക് കയറാൻ പറ്റില്ല, ആ പടിയുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ, അല്ലേ, ഒരു ലാഡറിൽ. അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റേഷണറി സ്റ്റേറ്റ് ആയിട്ട് പറയാം. അതൊരു ഏണിയിൽ നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് ഏണിയുടെ പടികളുണ്ട്. ആ പടികളെ നമുക്ക് ഓരോ സ്റ്റേറ്റുകളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് നിൽക്കാൻ പറ്റൂ, അല്ലേ. അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമുക്ക്, അപ്പോൾ അങ്ങനൊരു അനലോജി വെച്ചിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. Similarly, the centripetally accelerated electron does not continuously emit energy and therefore does not eventually spiral into the nucleus. അപ്പോൾ ഈ സെൻട്രിപെറ്റലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല, എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനർജി ലോസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ എനർജി ലോസ് ഉണ്ടായത് പറ്റും, അത് ഇറ്റ് വിൽ ഗ്രാജുവലി സ്പൈറൽ ഇൻ ടു ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിലേക്ക് പോയി വീഴും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യുന്നില്ല. The third postulate is radiation is emitted by the atom when the electron makes a transition from a more energetic initial stationary state to a lower energy stationary state. അപ്പം ഒരു കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇനിഷ്യൽ സ്റ്റേഷണറി സ്റ്റേറ്റിൽ നിന്ന് താഴോട്ടുള്ള എനർജി കുറഞ്ഞൊരു സ്റ്റേഷണറി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത്, ട്രാൻസിഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഒരു എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യും. സിമിലർലി ഇഫ് എ ഫോട്ടോൺ ഈസ് അബ്സോർബ്ഡ്, അതുപോലെ ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്താൽ ദ ഇലക്ട്രോൺ മൂവ്സ് ടു എ ഹയർ എനർജി ലെവൽ. ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്ത ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യും, ഹയർ എനർജി ലെവലിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ആ രണ്ട് എനർജി സ്റ്റേറ്റുകളിൽ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ. അത് ഇ എം മൈനസ് ഇ എന്നെ നമുക്ക് എന്തെന്ന് പറയാം, എച്ച് ന്യൂ എന്ന് പറയാം, അല്ലെ. അതിന് ആ എനർജി സ്റ്റേറ്റുകളുടെ ഡിഫറൻസ് ആയിട്ടുള്ള എനർജിയാണ് എന്ത് ചെയ്യുന്നത്, ഫോട്ടോൺ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്.
The size of the allowed electron orbits is determined by a condition imposed on the electron's orbital angular momentum. അപ്പം സൈസ് ഇലക്ട്രോൺ ഓർബിറ്റ്സിന്റെ സൈസിനെ എന്താ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ആണ് അത് ആ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. The allowed orbits are those for which the electron's orbital angular momentum about the nucleus is quantized and equal to an integral multiple of h. അപ്പോൾ allowed orbitsനെ നമുക്ക് എങ്ങനെ പറയാം? അത് ക്വാണ്ടൈസ്ഡ് ആണ് അല്ലെ, അത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h കട്ട്. ആംഗുലർ മൊമെന്റത്തിൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിൽ ക്വാണ്ടൈസ്ഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഈക്വൽ ടു ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h കട്ട്. അതായത് h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും എന്തിനെ ക്വാണ്ടൈസ് ചെയ്തിരിക്കുന്നത്? ആംഗുലർ മൊമെന്റത്തിനെ ക്വാണ്ടൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? സൈസ് ഓഫ് ദ അലൗഡ് ഇലക്ട്രോൺ ഓർബിറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 4 ബോർ പോസ്റ്റുലേറ്റ്സ്. അപ്പോൾ ഇതിൽ ഓരോന്നും ചിലതെല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, ക്ലാസിക്കലി ഉണ്ടായിരുന്നതാണ്, ചിലതെല്ലാം പുതുതായിട്ട് ബോർ കൂട്ടിച്ചേർത്താണ്. സോ certain ideas are new and certain ideas are prevailed, classically prevailed ideas. So we will look into that. So these were a mixture of established principles and completely new ideas. So first one is from classical mechanics. It treats the electron in orbit around the nucleus in the same way as we treat a planet in orbit around a star. അപ്പോൾ ഒരു പ്ലാനറ്റിനെ ഒരു സ്റ്റാറിന് ചുറ്റുമുള്ള ഓർബിറ്റിൽ സങ്കല്പിക്കുന്ന പോലെ തന്നെയാണ് ഒരു ഇലക്ട്രോണിനെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റിൽ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ദാറ്റ് ഐഡിയ കെയിം ഫ്രം ക്ലാസിക്കൽ മെക്കാനിക്സ്. അതാണ് ഫസ്റ്റ് നമ്മുടെ കൂളം ഫോഴ്സ് പ്രൊഡ്യൂസർ സെന്റിമീറ്റർ ആക്സലറേഷൻ എന്നുള്ളത്. ഇറ്റ്സ് ഫസ്റ്റ് ബോർ പോസ്റ്റുലേറ്റ്. അപ്പോൾ അത് എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്, ക്ലാസിക്കൽ മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് എ ന്യൂ ഐഡിയ, അല്ല ഒരു പുതിയ ഐഡിയ അല്ല, പക്ഷേ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഐഡിയ തന്നെയാണ്. രണ്ടാമത് എടുക്കുന്ന സമയത്ത്, അതായത് ചില സ്റ്റേഷണറി സ്റ്റേറ്റ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അവിടെ മാത്രമേ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് എ ന്യൂ ഐഡിയ. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി അറ്റ് ഓഡ്സ് വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം അറ്റ് ദ ടൈം. അപ്പോൾ അതൊരു പുതിയ ഐഡിയ ആണ്. അത് നേരത്തെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് പ്രിൻസിപ്പിൾസിന്റെ ഒരു തുടർച്ചയല്ല, പക്ഷേ അതൊരു പുതിയ ഐഡിയ ആയിട്ടാണ് പറഞ്ഞത്, അതിന്റെ തുടർച്ചയായിട്ടല്ല പറഞ്ഞത്. സ്റ്റേഷണറി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഐഡിയ, അല്ലെങ്കിൽ അതേപോലെ അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല? എനർജി എമിറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിസത്തിലുള്ളതല്ല. ഇലക്ട്രോമാഗ്നറ്റിസം പ്രിൻസിപ്പിൾ അനുസരിച്ച് an electron that accelerates should emit energy എന്നുള്ളതാണ്. അതായത് ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യും എന്നാണ് ആര് പറഞ്ഞത്? ക്ലാസിക്കൽ മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മുമ്പ് പറഞ്ഞത്. അപ്പോൾ ബോർ അതിനെ നവീകരിച്ചിട്ടാണ് അല്ലേ, അത് ആ ഐഡിയ എടുത്തല്ല പുതിയൊരു ഐഡിയ പറഞ്ഞത്. നവീകരിച്ച ഐഡിയ ഒന്നും പറയാൻ കഴിയില്ല, എൻ്റയർലി പുതിയൊരു ഐഡിയ പറഞ്ഞത്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി അറ്റ് ഓഡ്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം അറ്റ് ദ ടൈം. അപ്പോൾ അതൊരു അന്ന് പറഞ്ഞ ആ നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് പ്രിൻസിപ്പിൾസിൽ നിന്ന് വിഭിന്നമായിട്ട് പുതിയൊരു ഐഡിയ ആണ് പറഞ്ഞത്. അതായത് സ്റ്റേഷണറി സ്റ്റേറ്റ്സിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തില്ല? എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞത്. നമുക്ക് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിഫറൻസ് ഇൻ എനർജി ലെവലായിരിക്കും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി എന്ന് പറഞ്ഞത്. ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെ. അവിടെ എനർജി ലോസും ഗെയിനും ഇല്ല, പകരം എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജിയുടെ ടേംസിലാണ് നമ്മളത് പറയുക. ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക്, അതായത് ഹയർ എനർജറ്റിക് ഓർബിറ്റിൽ നിന്ന് ലോവർ എനർജറ്റിക് ഓർബിറ്റിലേക്ക് ചാടുമ്പോൾ എക്സസ് എനർജി ഉള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുറത്തേക്ക് എനർജി റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എക്സിസ്റ്റ്. അപ്പോൾ അതൊരു പുതിയ ഐഡിയ അല്ല, നേരത്തെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഐഡിയ ആണ്. അപ്പോൾ അതാണ് തേർഡ് ബോർ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിലേറ്റ്സ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. Now the fourth എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ allowed electron orbits is determined by the condition imposed on the electron's orbital angular momentum എന്നുള്ളത്. അതായത് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ ക്വാണ്ടൈസേഷൻ ആണ് എന്ത് തീരുമാനിക്കുന്നത്? സൈസ് ഓഫ് ദ allowed electron orbits തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് അല്ല nh/2π എന്നാണ് പറയുക. അപ്പോൾ എന്നിന്റെ നമ്പർ കൂടുന്നതനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കപ്പെടുക. സോ നമുക്ക് എന്തെന്ന് പറയാം? ആംഗുലർ മൊമെന്റം അല്ലെ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ് തീരുമാനിക്കുന്നത് സൈസ് ഓഫ് ദ allowed electron orbits എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാഡ് നോ ബേസ് ഇൻ ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൽ അങ്ങനെ ഒരു ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പുതിയ ഐഡിയയാണ്. അപ്പോൾ അങ്ങനെ 2ഉം 4ഉമാണ് പുതിയ ഐഡിയ ആയിട്ട് ബോർ എടുത്തിട്ടുള്ളത്. സെക്കൻഡ് വൺ ദാറ്റ് ഇസ് ദ സ്റ്റേഷണറി സ്റ്റേറ്റ്സ് എന്നുള്ള പ്രിൻസിപ്പിൾ. അതുപോലെ ഈ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ ക്വാണ്ടൈസേഷനിലാണ് സൈസ് ഓഫ് ദ അലൗഡ് ഇലക്ട്രോൺ ഓർബിറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് പുതുതായിട്ട് പറഞ്ഞത്. 2എണ്ണം പ്രീവിയസ്ലി എക്സിസ്റ്റ് ചെയ്യുന്നതായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതുപോലെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു എന്നുള്ളത്, അതെല്ലാം പഴയ ഐഡിയാസ് തന്നെയാണ്. പക്ഷേ പുതിയ 2 ഐഡിയാസ് കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഉണ്ടായത് പിൽക്കാലത്ത്. അങ്ങനെ 4 ബോർ പോസ്റ്റുലേറ്റ് ആണ് ഉള്ളത്. സോ നെക്സ്റ്റ് ഈസ് ദ ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അടുത്തായിട്ട് ബോറിന്റെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. സോ ഇറ്റ് states that the quantum physics agrees with classical physics when the differences between quantized levels become vanishingly small. അപ്പോൾ ബോറിന്റെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തും. എവിടെയാണ് എഗ്രിമെന്റിൽ എത്തുന്നത്? അതായത് ക്വാണ്ടൈസ്ഡ് ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാനിഷിംഗ്ലി സ്മോൾ ആകുന്ന സമയത്ത്, അതായത് വളരെ ചെറുതാകുന്ന സമയത്ത്.
വളരെ വളരെ ചെറുതാക്കി നെഗ്ലിജിബിൾ ആകുന്ന സമയത്ത് എന്തെന്നുമായിട്ട് മാറും. ക്വാണ്ടം ഫിസിക്സ് വിൽ ടേൺ ടു ക്ലാസിക്കൽ ഫിസിക്സ് പ്രിൻസിപ്പിൾസ്. ക്ലാസിക്കൽ ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസ് തന്നെ ധാരാളം മതിയാവും. പിന്നെ ഈ ഒരു ആറ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്നുള്ളൊരു കണ്ടീഷൻ വരും. അത് വരുന്ന സമയത്ത് ക്വാണ്ടൈസ്ഡ് ലെവൽസ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? അത് തമ്മിലുള്ള ഡിഫറൻസ് വാനിഷിംഗ്ലി സ്മോൾ ആകുന്ന സമയത്തായിരിക്കും. അതാണ് ബോറിന്റെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. So it is similar to have Newtonian mechanics as a special case of relativistic mechanics when v is very much less than c. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അതായത് ലൈറ്റിന്റെ സ്പീഡുകൾ വരുന്ന സമയത്ത്, അല്ലെ, വെലോസിറ്റി ഓഫ് ദ ലൈറ്റുമായിട്ട് കമ്പാരബിൾ ആവുന്ന സ്പീഡ്സിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പക്ഷെ ആ ലൈറ്റിന്റെ സ്പീഡിൽ നിന്ന് വെലോസിറ്റി വളരെ കുറഞ്ഞ് v എന്ന് പറയുന്നത്, അതായത് സാധാരണ ഒരു വെലോസിറ്റി ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു കല്ലെടുത്തെറിയുന്ന വെലോസിറ്റി, അല്ലെങ്കിൽ ഒരു പ്രൊജക്ടൈൽ മൂവ്മെന്റിന്റെ വെലോസിറ്റി, അപ്പൊ അങ്ങനെയുള്ള വെലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ മച്ച് ലെസ് ദാൻ സി ആയിരിക്കും. അപ്പൊ ആ കേസുകളിൽ നമുക്ക് എന്തെന്ന് പറയാം? ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിട്ട് മാറും. റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് വിൽ ടേൺ ടു ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതേപോലെ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെയും വരിക. ക്വാണ്ടൈസ്ഡ് ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ സ്മോൾ ആകുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് പറയാം? ദാറ്റ് മീൻസ് ഇൻ ദ ഹയർ ക്വാണ്ടം നമ്പേഴ്സ്, അല്ലെ, എന്നിന്റെ വാല്യൂ വളരെ കൂടുന്ന സമയത്ത് ഹയർ ക്വാണ്ടം നമ്പേഴ്സിൽ നമുക്ക് എന്തെന്ന് പറയാം? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാകുമെന്ന് നമുക്ക് പറയാം. ആ സമയത്താണ് what we say classical physics and quantum physics agrees with each other എന്ന് പറയുന്നത്. That is the Bohr's correspondence principle and this is the statement. So you have to write the statement as such. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കുക. So we can say classically during the periodic motion in a stationary orbit the frequency of the light emitted by the atom is equal to its frequency of revolution. അപ്പോൾ frequency of light emitted എന്ന് പറഞ്ഞാൽ frequency of revolution ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നത് സ്റ്റേഷണറി ഓർബിറ്റിൽ. അതായത് എച്ച് ന്യൂ ആയിട്ടായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എങ്ങനെ പറയാം? അപ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² വിൽ ബി ഈക്വൽ ടു ആ കൂളംബിക് എനർജി, അല്ലെ, കൂളംബിക് എനർജി ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ട് മാറും. അത് ke²/2r എന്നുള്ള ഒരു ഫ്രാക്ഷനുമായിട്ട് നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം, ഹാഫ് mv² ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ എൻഡ് ഓർബിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു vn ഈസ് ഈക്വൽ ടു nh/2πmr എന്ന് എടുക്കാം. അതുപോലെ ഇപ്പോൾ ഓർബിറ്റൽ റേഡിയൈ നമുക്ക് എങ്ങനെ പറയാം? rn ഈസ് ഈക്വൽ ടു ε0 n²h²πme² എന്ന് എടുക്കാം. ഓർബിറ്റൽ റേഡിയൈ ഇപ്പോൾ r1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ε0 h²πme² ആയിരിക്കും. r2 വിൽ ബി ε0 2² h²πme² ആയിരിക്കും. ദാറ്റ് ഈസ് ഓർബിറ്റൽ റേഡിയൈ ക്യാൻ ബി റിട്ടൺ ആസ് rn ഈസ് ഈക്വൽ ടു ε0 n²h²πme² നമുക്ക് എഴുതാം. അതിൽ നിന്ന് ന്യൂ ആർ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂ ആർ ഈസ് ഈക്വൽ ടു vn/2πrn എന്ന് എഴുതാം. അതായത് സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ, ഒരു ഓർബിറ്റിലെ സ്പീഡ്, ഇലക്ട്രോണിന്റെ സ്പീഡ്, അതാണ് vn എന്ന് പറഞ്ഞാൽ, അല്ലെ, അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, ഡിവൈഡഡ് ബൈ ഓർബിറ്റിന്റെ ലെങ്ത്, അല്ലെ, ഓർബിറ്റ്, അതായത് സർക്കംഫറൻസ് എന്ന് എടുക്കാം. ആ റേഡിയയുടെ സർക്കംഫറൻസ് ആയിട്ട് എടുക്കാം. അതായത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡിങ് വേവ് ഇങ്ങനെ നിൽക്കുക, അല്ലെ, സ്റ്റാൻഡിങ് വേവ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഓരോ റേഡിയകളിലാണ്. അപ്പോൾ ആ റേഡിയയിൽ നമുക്ക് എന്തെന്ന് പറയാം? ടോട്ടൽ വേവ് ലെങ്ത് ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി v എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു ലാംഡയാണ്. ന്യൂ ലാംഡയാണ് വെലോസിറ്റി v എന്ന് പറയുക. അപ്പോൾ ലാംഡ ക്യാൻ ബി റിട്ടൺ ആസ് 2πrn ബിക്കോസ് ആ സർക്കംഫറൻസ് ഓഫ് ദ ആ സർക്കിൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് വിൽ ബി കമ്പാരബിൾ ടു സർക്കംഫറൻസ് ഓഫ് ദ റേഡിയൈ. സോ വി ക്യാൻ സേ ദാറ്റ് ന്യൂ ആർ ഈസ് ഈക്വൽ ടു vn/2πrn. അപ്പോൾ നമ്മളതിന് വാല്യൂസ് അല്ല, ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. vn-ന്റെ സ്ഥാനത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, nh/2πmr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, r-ന്റെ സ്ഥാനത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ε0 n²h²πme² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 2πrn ഉണ്ട്, അവിടെ r-ന്റെ സ്ഥാനത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ε0 n²h²πme² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. me⁻⁴/4πε0² into 2πn³ എന്ന് കിട്ടും. നമ്മൾ അതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ന്യൂ ആർ ഈസ് ഈക്വൽ ടു me⁻⁴/4πε0² h³ into 1/n³ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ആ ക്വാണ്ടം നമ്പറിനെ നമ്മൾ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്, ഒരു ബ്രാക്കറ്റിനകത്തേക്ക് എഴുതിയിട്ടുണ്ട്. ഇറ്റ് വിൽ ബി me⁻⁴/4πε0 h³ into 1/n³ എന്ന് കിട്ടും. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് എഴുതി വയ്ക്കുക. സംശയമുള്ളവർ ഒന്നുകൂടെ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക, ഈ വാല്യൂസ് ഒക്കെ ഇട്ട് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. സോ നമുക്കറിയാം രണ്ട് സ്റ്റേറ്റിൽ തമ്മിലുള്ള ട്രാൻസിഷനെ നമുക്ക് എങ്ങനെ എഴുതാം? അവിടെയുള്ള ഫ്രീക്വൻസി നമുക്ക് ന്യൂ mn എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? k² into 2π² me⁻⁴/h³ into 1/n² minus 1/m² എന്ന് എഴുതാം. വേറെ m is greater than n which is greater than or equal to 1. 1ൽ കൂടുതലായിരിക്കും.
മിനിമം എന്ന് പറഞ്ഞാൽ 1 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ m ഗ്രേറ്റർ ദാൻ n, m അതിനേക്കാൾ കൂടുതലായിരിക്കും. സോ n ഫൈനൽ എന്ന് പറയുന്നത് എന്താണ്? n ഫൈനൽ വിൽ ബി n, സ്മോൾ n, ദിസ് n. ആദ്യത്തെ n ആണ് n ഫൈനൽ നമ്മൾ എടുക്കുക, ഫൈനൽ സ്റ്റേറ്റ്. അതുപോലെ m എന്ന് പറയുന്നതായിരിക്കും ഇനിഷ്യൽ എന്ന് എടുക്കുക. നേരത്തെ n ഇനിഷ്യൽ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ് നമ്മളിപ്പോൾ m എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇസ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ m ന്ന് n ലേക്കായിരിക്കും ട്രാൻസിഷൻ ഉണ്ടാകുക, വേറെ m ഈസ് ഗ്രേറ്റർ ദാൻ n അല്ലേ. അപ്പോൾ പുറത്തേക്ക് എന്ത് ചെയ്യും? ഒരു എനർജി റേഡിയേറ്റ് ചെയ്യും. ആ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയുടെ ഫ്രീക്വൻസി ആണെന്ന് പറയാൻ ന്യൂ m എന്നത് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ദ ട്രാൻസിഷൻ n+1 to n. അപ്പോൾ m എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? n+1 ആയിട്ട് മാറും. n+1 to n ലേക്കുള്ള ട്രാൻസിഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദ ഫ്രീക്വൻസി ഓഫ് ദ എമിറ്റഡ് റേഡിയേഷൻ ഈസ് ഗിവൺ ബൈ, നമുക്ക് എങ്ങനെ എഴുതാം? u is equal to, ഇതേ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. 2π² m⁴ ഹോൾ ഡിവൈഡ് ബൈ 4πε0 the whole square into h³. പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? 1/n² അതുപോലെ തന്നെ വരും. മൈനസ് m എന്തായിട്ട് വരും? n+1 the whole square ആയിട്ട് വരും അല്ലേ. m will be n+1. സോ നമുക്ക് എങ്ങനെ എഴുതാം? n+1 the whole square ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2π² m⁴/4πε0² into h³ into ബ്രാക്കറ്റിനകത്ത് 2n+1 the whole divided by n² into n+1 the whole square എന്ന് കിട്ടും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ when n tends to infinity, n ഇൻഫിനിറ്റി ആയിട്ട് പോകുമ്പോൾ എന്തെന്ന് എഴുതാം? ഈ 2n+1 will be 2n കാണത്തുള്ളൂ അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതിന് അർത്ഥമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ n is equal to 300, n ഒരു 300 ആണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ 2 into n എത്ര ആയിട്ട് വരും? 600 ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 നെഗ്ലക്ട് ചെയ്യാം. അതുപോലെ ഡിനോമിനേറ്ററിൽ എന്തായിട്ട് വരും? ഇവിടുത്തെ n+1 വിൽ ബി n ആയിരിക്കും. പുറത്തെ n അതുപോലെ തന്നെ കാണും. അപ്പോൾ n² into n² ആയിട്ട് വരും അല്ലേ, വിച്ച് വിൽ ബി n⁴. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടേം ഇൻ ദ ബ്രാക്കറ്റ് വിൽ റെഡ്യൂസ് ടു 2n/n⁴ എന്ന് എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്തേ കാണത്തുള്ളൂ? 2n മാത്രമേ കാണത്തുള്ളൂ. ആ +1 അങ്ങ് പോയി. പിന്നെ ഡിനോമിനേറ്ററിലോ n² ഇവിടെ ഇതിനകത്തും n² കാണത്തുള്ളൂ. ബ്രാക്കറ്റിനകത്തുള്ള ടേം n² കാണും, പുറത്തും n² കാണും. അപ്പോൾ 2n/n⁴ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യും? ഇക്വേഷൻ നമ്മൾ വീണ്ടും ഈ 2n/n⁴ കൂടി ഇട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? ദി ഇക്വേഷൻ വിൽ ബി ന്യൂ ഈസ് ഈക്വൽ ടു me⁴/4πε0² h³ into 1/n³ എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ് ഇസ് സിമിലർ ടു ദ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് റിട്ടൺ ഏർലിയർ അല്ലെ. ഇവിടെ എഴുതിയ അതേ ഇക്വേഷൻ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ക്ലാസിക്കൽ മെത്തേഡിൽ എഴുതിയപ്പോഴും നമുക്ക് എന്ത് കിട്ടി? me⁴/4πε0² h³ into 1/n³ എന്നാണ് ഇവിടെയും കിട്ടിയത് അല്ലെ. രണ്ട് മെത്തേഡിലും നമുക്ക് ഒരേ വാല്യൂസ് തന്നെയാണ് കിട്ടിയത്. ട്രാൻസിഷന്റെ കേസിൽ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ എന്ത് തന്നെ കിട്ടിയതോ അത് തന്നെ അതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ thus it is seen from correspondence principle that when n tends to infinity, nu tends to nu r അല്ലേ. അപ്പോൾ ന്യൂ എന്താകുന്നുണ്ട്? ന്യൂ r ആയി. അപ്പോൾ ഇവിടുത്തെ ന്യൂ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് കേസിലെ ന്യൂ r ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇൻഫിനിറ്റി ആയിട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ കണ്ടീഷൻ നമ്മൾ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ദ ലിമിറ്റ് n tends to infinity നമുക്ക് we can say quantum mechanics agrees with the classical mechanics എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് both equations are the same. ഇവിടെ ന്യൂ തന്നെ ആയിരിക്കും നമുക്ക് ന്യൂ r ആയിട്ടും കിട്ടുക. when n tends to infinity we can say nu tends to nu r. അപ്പോൾ അത് ആ പ്രോപ്പർട്ടിയാണ് നമ്മളെന്ന് പറയുന്നത് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. സംശയമുള്ളവർ ഇതൊന്നുകൂടെ ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി നോക്കുക. ഈ കണ്ടീഷൻ ഇമ്പോസ് ചെയ്ത 2n/n⁴ ഇവിടെ ഇട്ടതിന് ശേഷം ഈ ഇക്വേഷൻ ഒന്നുകൂടെ നമ്മളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ വരുന്നുണ്ടോ എന്ന് വീണ്ടും ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് നോക്കുക. സോ അപ്പോൾ ബോറിന്റെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെ പറയാം? ക്വാണ്ടം ഫിസിക്സ് agrees with classical physics when the differences between the quantized levels become vanishingly small. That is at the n tends to infinity. n ഇൻഫിനിറ്റി ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുക അല്ലെ. വാനിഷിംഗ്ലി സ്മോൾ ആവുന്ന സമയത്ത് വെരി ഹൈ വാല്യൂ അല്ലെ n വെരി ഹൈ വാല്യൂ ആവുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് പറയാം? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. സോ ക്വാണ്ടം മെക്കാനിക്സ് agrees with the classical mechanics. So that is a Bohr's correspondence principle. അപ്പോൾ അടുത്തായിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആറ്റം ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഇലക്ട്രോൺ ക്ലൗഡ് ആയിട്ടാണ് ഇലക്ട്രോണിനെ അസ്യൂം ചെയ്യുക. That is according to quantum mechanics, the atom has no sharply defined boundary as suggested by the Bohr theory. Bohr theory suggests ചെയ്തതുപോലെ atom is not having any sharply defined boundary. The charge of the electron is extended throughout a diffusion region of space commonly called an electron cloud. അപ്പോൾ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒരു ഡിഫ്യൂഷൻ റീജിയൻ ഓഫ് സ്പേസിലാണ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ആസ് ദ ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ അതിനെ നമ്മൾ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയാം. ആ ഇലക്ട്രോൺ ക്ലൗഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആയിട്ട് ഉള്ളത്. This shows that the probability density has a function of position in the xy plane. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ xy പ്ലെയിനിൽ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ ഒരു ഫംഗ്ഷൻ, പ്രോബിലിറ്റി ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ ഓഫ് എ പൊസിഷൻ ആയിട്ട് പറയാം. എക്സിലും വൈയിലും ആയിട്ട് നമുക്ക് എന്തിനാ പറയാം? പ്രോബിലിറ്റി ഡെൻസിറ്റിയെ പറയാം. ദാറ്റ് മീൻസ് അറ്റ് എ സർട്ടൺ വാല്യൂ ഓഫ് എക്സ് ആൻഡ് സർട്ടൺ വാല്യൂ ഓഫ് വൈ നമുക്ക് എന്തെന്ന് പറയാം? അവിടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഹൈ ആണോ ലോ ആണോ നമുക്ക് പറയാം.
എക്സിന്റെ പെർട്ടിക്കുലർ വാല്യൂ ഇപ്പോൾ എക്സിന്റെ വാല്യൂ ഇപ്പോൾ 2 ആണെന്ന് വിചാരിക്കുക, വൈയുടെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2,3യിൽ നമുക്ക് എന്തെന്ന് പറയാം, അവിടുത്തെ ഉള്ള പ്രോബിലിറ്റി ഡെൻസിറ്റി ഹൈ ആണോ ലോ ആണെന്ന് പറയാം. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ പൊസിഷൻ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം, പ്രോബിലിറ്റി ഡെൻസിറ്റി പറയാം. നിങ്ങൾക്ക് തന്നെ കാണാം, ഇപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഡാർക്കസ്റ്റ് ആയിട്ടുള്ളത്, ഡാർക്കസ്റ്റ് ബ്ലൂ റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ് അല്ലെ. ഈ ഈ ഡാഷ്ഡ് സർക്കിൾ വരച്ചിരിക്കുന്ന റീജിയനിലാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, ഏറ്റവും ഹയസ്റ്റ് പ്രോബിലിറ്റി എന്ന് പറയാൻ പറ്റുന്നത്. കാരണം അവിടെ ഏറ്റവും ആ ബ്ലൂ കളർ ഏറ്റവും തിക്കായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ആയിരിക്കും, അതായത് ഡാർക്കസ്റ്റ് ഏരിയ. ഡാർക്കസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ R=A0 എന്ന് പറയുന്ന ആ റേഡിയസിലാണ്, ആ റേഡിയയിലാണ്. അപ്പോൾ വിച്ച് കറസ്പോണ്ട്സ് ടു ദ മോസ്റ്റ് പ്രോബിൾ റീജിയൻ. അപ്പോൾ R=A0 തന്നെ ആയിരിക്കും ബോറിന്റെ റേഡിയ ആയിട്ടും വരിക. അപ്പോൾ ദിസ് റെപ്രസെന്റേഷൻ ദ ഡാർക്കസ്റ്റ് കളർ റെപ്രസെന്റിങ് ദ മാക്സിമം പ്രോബിലിറ്റി ഒക്കേഴ്സ് അറ്റ് ദ ബോർ റേഡിയസ്. ബോർ റേഡിയസിലാണ്, അതാണ് നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് എടുക്കുക അല്ലേ. ആ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡാർക്കസ്റ്റ് കളറായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെയാണ് ആരെ കാണാൻ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത്, ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി മാക്സിമം ആയിട്ട് ഉള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ബോർ റേഡിയസ് എന്ന് എടുക്കുക. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷനിലും കിട്ടുക. പക്ഷെ വേറെ രീതിയിലാണെന്നേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ ക്ലൗഡിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഹൈ ആകുന്ന ആ റീജിയൻ ആണെന്നേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് രീതിയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു അല്ലെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആറ്റം. അപ്പോൾ അത് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ബോർ തിയറി പറഞ്ഞിരിക്കുന്ന പോലെയല്ല, ബോർ തിയറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഷാർപ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട് ആറ്റത്തിന്. അപ്പോൾ ഇടയ്ക്കുള്ള സ്പേസിൽ എന്ത് ചെയ്യത്തില്ല ആറ്റം, ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഷാർപ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടറീസിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇടയ്ക്കുള്ള സ്പേസിൽ ആരും എക്സിസ്റ്റ് ചെയ്യത്തില്ല, ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എവിടെ വേണേൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പക്ഷേ ആ വേരിയേഷൻ എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും, അതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ വേരിയേഷൻ ആയിട്ടായിരിക്കും നമ്മൾ പറയുക. ചില റീജിയനിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഹൈ ആയിരിക്കും, ചില റീജിയനിൽ വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഹൈ ആകുന്ന റീജിയനിൽ ഇലക്ട്രോണിനെ ആ ഇൻസ്റ്റന്റിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോ ആകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത വളരെ കുറവ് ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആറ്റം എന്ന് പറയുക. സോ ദാറ്റ് ഇസ് ഓൾ ഫോർ ദ ടൈം ബീയിങ്. താങ്ക് യു.